ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സിയ വ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന ആതിരപ്പള്ളി വാട്ടർഫാൾസ് കാഴ്ചകളിലേക്കാണ്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. വെൽക്കം ബാക്ക് അഗെയിൻ. ഇന്ന് ഞങ്ങളുടെ യാത്ര എത്തി നിൽക്കുന്നത് തൃശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിലെ അതിരപ്പള്ളി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ട കാഴ്ചകൾ കാണാനും കാടിന്റെ വശ്യമനോഹാരിത കണ്ടു ആസ്വദിക്കാനുമാണ്. അതിരപ്പള്ളി വാട്ടർഫാൾസിന്റെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും പങ്കുവെക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം. പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ഉത്ഭവിച്ച് ഷോളയാർ വനമേഖലയിലൂടെ ഒഴുകിയെത്തുന്ന ചാലക്കുടി പുഴയുടെ ജലപാത ഭാഗമാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം. 80 അടി, അതായത് 24 മീറ്റർ ഉയരത്തിൽ നിന്നും താഴേക്ക് പതിച്ച് ചിന്നിച്ചിതറി ഒഴുകുന്ന ജലത്തിന്റെ മാസ്മരികതയിൽ ഏതൊരു സഞ്ചാരിയുടെയും പ്രകൃതി സ്നേഹികളുടെയും മനസ്സിൽ ആനന്ദം അലതല്ലും. കേരള വനം വകുപ്പിന്റെ അധീനതയിലാണ് ഈ പ്രദേശം പ്രവർത്തിച്ചു പോരുന്നത്. ഈ വെള്ളച്ചാട്ടത്തിന്റെ ഇരുവശങ്ങളിലും നിബിഡ വനങ്ങളാണ്. നിരവധി ഹിന്ദി, മലയാളം, തമിഴ് സിനിമകൾക്ക് ഈ പ്രദേശം ലൊക്കേഷനായിട്ടുണ്ട്. പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ അപകട സാധ്യത മുന്നറിയിപ്പ് ബോർഡുകൾ അവഗണിക്കുന്നവർ ഇവിടെ അപകടത്തിൽപ്പെടാറുണ്ട്. അതിരപ്പള്ളി പഞ്ചായത്തിന്റെ ഭൂസ്ഥിതിയുടെ ഭൂരിഭാഗവും വനപ്രദേശമാണ്. തമിഴ്നാടിനോട് ഓരം ചേർന്ന് കിടക്കുന്ന തൃശൂർ ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശമാണ് അതിരപ്പള്ളി. സിനിമാക്കാരുടെ ഇഷ്ട ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് ഈ പ്രദേശം. വനത്താൽ ചുറ്റപ്പെട്ട ഈ പ്രദേശം വിവിധയിനം പക്ഷിക്കൂട്ടങ്ങളുടെ വാസസ്ഥലം കൂടിയാണ്. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ജില്ലാ ടൂറിസം വികസന കോർപ്പറേഷൻ പല വികസന പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് ഇവിടെ. സ്കൂൾ വെക്കേഷൻ കാലയളവിൽ ധാരാളം സഞ്ചാരികൾ കുടുംബസമേതം ഇവിടെ സന്ദർശിക്കുന്നു. ഈ വെള്ളച്ചാട്ടത്തിന്റെ ഇരു പാർത്തങ്ങളിലുമുള്ള വനങ്ങൾ അപൂർവ ജൈവസമ്പത്തിന്റെ കലവറയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന വിവിധയിനം വേയാമ്പലുകൾ, പലതരം പക്ഷികൾ, ആന, കാട്ടുപോത്ത്, കടുവ, സിംഹവാലൻ കുരങ്ങ്, കരിങ്കുരങ്ങ്, കുട്ടിത്തേവാങ്ക്, മലയണ്ണാൻ തുടങ്ങിയ ജന്തുജീവികളുടെ സ്വൈരീവിഹാര കേന്ദ്രം കൂടിയാണ് ഇവിടുത്തെ ഈ വനപ്രദേശം. കൂടാതെ വംശനാശ ഭീഷണിയിലുള്ള വിവിധയിനം പുഴ മത്സ്യങ്ങളുടെ പ്രജനന കേന്ദ്രം കൂടിയാണ് ഇവിടം. ഈ വനത്തിനുള്ളിലും കാടർ, മലയർ എന്നീ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആദിവാസി കുടുംബങ്ങൾ വസിക്കുന്നു. വെള്ളച്ചാട്ടത്തിന്റെ ഇരുവശങ്ങളിലുമായി വാണിജ്യ പ്രാധാന്യമുള്ള വിവിധയിനം വൻമരങ്ങൾ ഇവിടെ തഴച്ചു വളരുന്നു. ചാലക്കുടിയിൽ നിന്നും ഈ റൂട്ടിലായി ഡ്രീം വേൾഡ്, സിൽവർ സ്റ്റോം എന്നിങ്ങനെ വേറെയും വാട്ടർ അമ്യൂസ്മെന്റ് തീം പാർക്കുകളും റൈഡുകളും വിവിധയിനം വിനോദോപാധികളുമായി വിനോദസഞ്ചാരികളെയും കാത്തുകിടപ്പുണ്ട്. അതിനാൽ തന്നെ എല്ലാം കൊണ്ടും നല്ല കാഴ്ചകളും അനുഭവങ്ങളും സമ്മാനിക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഈ റൂട്ട്. കാടിന്റെയും വെള്ളച്ചാട്ടത്തിന്റെയും രൗദ്രഭാവം ആസ്വദിക്കണമെങ്കിൽ മഴക്കാലം തന്നെ തിരഞ്ഞെടുക്കണം. തൃശൂർ പട്ടണത്തിൽ നിന്നും ഏതാണ്ട് 63 കിലോമീറ്റർ ദൂരവും ചാലക്കുടിയിൽ നിന്നും വാൾപ്പാറ റൂട്ടിൽ 31 കിലോമീറ്റർ ദൂരവും സഞ്ചരിച്ചു വേണം ഇവിടെ എത്താൻ.
നിങ്ങൾക്ക് ഇവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാൻ വിടുന്ന എല്ലാ വീഡിയോസുകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. മറക്കല്ലേ. ഇതുപോലെ നല്ല നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം. ബൈ ബൈ.